ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, എന്നാലും ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ശരി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അയാളെ ചതിച്ച് വേറൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകണം. എന്തിനാ കൂടെ നിന്ന് ദ്രോഹിക്കുന്നല്ലേ, വേദനിപ്പിക്കുന്നല്ലേ? മറ്റൊരാളെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കൂടെ തന്നെ പോകണം. നമ്മുടെ കൂടെ നിൽക്കുന്ന, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, ജീവിക്കുമ്പോൾ 100% സ്നേഹം കൊടുത്ത് ജീവിക്കുക, ചതിക്കാൻ നിൽക്കരുത്. അങ്ങനെയുള്ളവരാണെങ്കിൽ കല്യാണം കഴിക്കുകയേ ചെയ്യരുത്. ഇപ്പോൾ എന്താ പറയുക, ശരീരം മാത്രം സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ പുതിയ സ്നേഹം തേടി പോകുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ കല്യാണം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. എന്തിനാ വേറൊരാളുടെ ജീവിതം നമ്മൾ ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നത്? നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അത് നമുക്ക് എന്തായാലും എപ്പോഴായാലും തിരിച്ചടിക്കും. അതൊക്കെ അത് പോട്ടെ. ഇപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, രണ്ടുപേരിൽ ഒരാൾ ചിലപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പോകുന്നവരായിരിക്കാം, അവിഹിതത്തിലോട്ട് പോകുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരാണെങ്കിൽ പോകണം, കൂടെ നിന്ന് എന്താക്കരുത്, വിഷമിപ്പിക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇതൊക്കെ എങ്ങനെ എടുക്കും, എന്താകും, ഏതാകും എന്ന് ചിന്തിക്കാതെയാണ് ഓരോരുത്തർ ഇപ്പം മുന്നോട്ട് പോകുന്നത്. പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ. കഴിവതും എന്ത് ചെയ്യാം, നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ അത് മിനിമം പാലിക്കേണ്ട യോഗ്യത നിങ്ങൾ കണ്ടുവച്ചിരിക്കണം. എന്നുവെച്ചാൽ അത്രയും യോഗ്യതയെങ്കിലും വേണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാനേ പോകരുത്. വേറൊരാളെ ജീവിതം എന്തിനാ സ്പോയിൽ ചെയ്യുന്നേ? ഓപ്പോസിറ്റ് നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ ഇപ്പം എത്രത്തോളം വേദനിക്കുമെന്ന് അറിയാവോ? ജീവിത അവസാനം വരെയും നരകിക്കാനുള്ള ഒരു വേദന കൊടുത്തിട്ടാണ് അവർ പോകുന്നത് അല്ലേ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എത്രമാത്രം വേദനിക്കും, എങ്ങനെയൊക്കെ അവർ ഫീലാകും. ചിലപ്പോൾ മെൻ്റൽ വരെ ആവുന്നവരുണ്ട്. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള ആൾക്കാർ ഒരാളെ കല്യാണം കഴിച്ചിട്ട് വേറൊരാളെ സെലക്ട് ചെയ്യും എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും കല്യാണം കഴിച്ച് വേറൊരാളെ ജീവിതം തകർത്ത് കളയരുത്. അല്ലെങ്കിൽ ഗട്ട്സ് ഉള്ളവരാണെങ്കിൽ പറയുക, പാർട്ട്നേഴ്സിനോട് പറയുക, നിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്കിഷ്ടപ്പെടുന്നില്ല, എനിക്ക് താല്പര്യം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞിട്ട് ഡൈവോഴ്സ് ആയിട്ട് ആരുടെ കൂടെ വേണോ പോയിക്കോ, കുഴപ്പമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന നന്നായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഭയങ്കരമായിട്ട് വിഷമാവും, കരയും, പിന്നെ ഭയങ്കരമായിട്ട് വഴക്കും ഉണ്ടാക്കും. ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ തുറന്നു പറയുകയല്ല, ശരി, നീ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല, നീ അങ്ങനെ കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല, നീ അത് ശരിയാക്കണം എന്ന് പറഞ്ഞാലും മതി. പക്ഷെ ആരും പറയില്ല, വേറൊരാളെ തന്നെ സെലക്ട് ചെയ്യണം. വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറിൻ്റെ അതേ സ്വഭാവമാണ് പോകുന്നിടത്ത് ഉള്ളതെങ്കിൽ ലൈഫ് ഫുള്ള് സ്പോയിലാവുക തന്നെ ചെയ്യും.